ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഈ ഇടയിൽ സിംഗപ്പൂർ ടു തായ്ലാൻഡ് ഒരു റോഡ് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ത്രൂ ബസ്സിൽ. അപ്പോൾ മലേഷ്യ വഴിയാണ് നമ്മൾ തായ്ലാൻഡിലേക്ക് എത്തുക. അപ്പോൾ ആദ്യം സിംഗപ്പൂരിൻ്റെ എക്സിറ്റ് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം മലേഷ്യൻ ബോർഡറിലൂടെ മലേഷ്യൻ ഇമിഗ്രേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഈ ബ്രിഡ്ജ് സിംഗപ്പൂർ മലേഷ്യൻ്റെ ഇടയിലുള്ളതാണ്. അപ്പുറം കാണുന്ന കാഴ്ചകളെല്ലാം മലേഷ്യയിലും പോകുന്ന വഴി സിംഗപ്പൂരിലും. ഇതാണ് മലേഷ്യൻ ഇമിഗ്രേഷൻ. ഇവിടെ ഇമിഗ്രേഷൻ വന്ന് നമ്മൾ ഇമിഗ്രേഷൻ മാർക്ക് ചെയ്ത് പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്തതിന് ശേഷം ബാക്കി മൊത്തം ഒരു വലിയൊരു ലോങ് ജേർണി തായ്ലൻഡിലേക്ക്. ഇതിപ്പോൾ ഏകദേശം സമയം വൈകുന്നേരമായി. ഇപ്പോൾ രാവിലെ ഒരു 7 മണിയായപ്പോൾ നമ്മുടെ തായ്ലൻഡ് ബോർഡറിലെത്തി. മലേഷ്യൻ തായ്ലൻഡ് ബോർഡർ ഹത്തിയായി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ഈ തായ്ലൻഡിലെ മലേഷ്യയിലെ ബോർഡറായിട്ട് വരുന്നത്. അപ്പം നമ്മൾ എങ്ങനെയാണോ മലേഷ്യനിൽ നമ്മൾ ഇമിഗ്രേഷൻ ഉണ്ടായിരുന്നത്, അതുപോലെ തായ്ലൻഡിലെ ഇമിഗ്രേഷൻ നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പോൾ അതിനുള്ള ക്യൂ ആയിരുന്നു നേരത്തെ കണ്ടത്. അതിനുശേഷം നമ്മൾ തായ്ലൻഡിൽ ഒഫീഷ്യലി എൻ്റർ ആയി. ഇനി മൊത്തം തായ്ലൻഡിലെ കാഴ്ചകളാണ്. തായ്ലാൻഡിന്റെ കാലാവസ്ഥ അല്ലെങ്കിൽ ബിൽഡിംഗ് എല്ലാം കാണുമ്പോൾ നമ്മളൊരു കേരളത്തിന്റെ തന്നെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഈ ഓടിട്ട വീടും ബിൽഡിങ്ങും, ഈവൻ ഭക്ഷണം അടക്കം നമ്മുടെ കേരളത്തിന്റെ ഒരു ടേസ്റ്റ് തന്നെയാണ് അവിടെ. അപ്പോൾ ഈ രാവിലെ ഞാൻ എത്തിയപ്പോൾ നല്ല വിശപ്പ്. ഇപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ് ഞാനൊരു കടയിൽ കയറി. അവിടെ റൈസ് ആൻഡ് തായ് പേസ്റ്റ്, കുറച്ച് കറിയുള്ള ഭക്ഷണം, പിന്നെ കുറച്ച് വെജിറ്റബിൾ, അങ്ങനെയുള്ള ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഭക്ഷണമായിരുന്നു. അതിനുശേഷം കുറച്ച് നേരം ഞാൻ ഈ ഹത്തിയായിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്യണം. കാരണം എനിക്ക് ഹത്തിയായിന്ന് കറാബിയിലേക്കുള്ള അടുത്ത ബസ് പിടിക്കണം. ഞാനത് ബുക്ക് ചെയ്തിട്ടില്ല. ഇനി ഇവിടെ വന്നിട്ട് വേണമേ ഉള്ളതെല്ലാം പ്ലാൻ ചെയ്യാനുള്ളത്. അപ്പോൾ കുറച്ച് ഞാൻ ഹത്തിയായിലെ സ്ട്രീറ്റ്സ് എല്ലാം ഇങ്ങനെ കണ്ടതിന് ശേഷം ഒരു ബസ് ഏജൻസി എന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയൊരു സ്ഥലമായിരുന്നു. അവിടെ കണ്ട ഒരു പാത്രത്തിൽ ഇതുപോലെയുള്ള പാറ്റകളിലിട്ട് വളർത്തുന്നുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഞാൻ ചോദിച്ചത്, എന്തിനാണിത്, നിങ്ങൾ കഴിക്കാനാണോ എന്ന് ചോദിച്ചു. അയാൾ എന്നെ ഒരു നോട്ടം നോക്കി. അപ്പോഴേ മനസ്സിലായി, അല്ലാതെ ഒരു ഫാൻസി ആയിട്ട് വെറുതെ വളർത്താൻ വേണ്ടി വെച്ചിരിക്കുന്നുള്ളത്. അതിനുശേഷം ഞാൻ ബസ് കയറി ഇനി കറാബിയിലേക്ക് പോകും. ഇനി ബാക്കി കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുകൊണ്ട് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.